KLM Maxxif Invest Limited അവരുടെ ബോൺസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന 11%, ടെന്യൂർ വരുന്ന 6 വർഷം 7 മാസമാണ്. ഫോർ എക്സാമ്പിൾ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരുന്ന ഇപ്പോൾ 5000 രൂപയാണ്. അപ്പം നമ്മൾ ഈ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 6 വർഷം 7 മാസത്തിന് ശേഷമായിരിക്കും ആ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് തിരിച്ചു ലഭിക്കുന്നത്. ഇൻട്രസ്റ്റ് പേ ഔട്ട് മോഡൽ ഏതാണ്? ക്യുമുലേറ്റീവ് മോഡലാണ്. ക്യുമുലേറ്റീവ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു 5000 ഇൻവെസ്റ്റ് ചെയ്തല്ലോ, ആ 5000 ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു 11% ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. ആ 11% ഇൻട്രസ്റ്റ് എമൗണ്ടും ആ പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് അടുത്ത വർഷം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി നമ്മൾ കമ്പനിയെ കുറിച്ച് നോക്കുവാണെങ്കിൽ KLM Maxxif ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്ന് പറഞ്ഞാൽ അവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നില്ല, ലെൻഡിങ് ലോൺ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ ഏതൊക്കെയാണ്? ഗോൾഡ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ്, അതായത് മൈക്രോ കമ്പനികൾക്കും ചെറിയ കമ്പനികൾക്കും മീഡിയം കമ്പനികൾക്കും KLM ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ ലോൺസും, അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി 2 വീലർ ലോണും, അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി തന്നെ മൈക്രോ ഫിനാൻസ് ലോണുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനി ഇത്ര ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ അവരുടെ മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ലോണിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം കമ്പനിക്ക് 649 ബ്രാഞ്ചസുകളാണ് ഓൾ ഓവർ ഇന്ത്യ ഉള്ളത്. അതൊക്കെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കുവാണെങ്കിൽ കേരള, കർണാടക, തമിഴ്നാടു, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് അതിന്റെ മഹാരാഷ്ട്രയിലാണ് അവർ ബ്രാഞ്ചസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. IPO ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ IPO ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് December 1, IPO ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് December 12, അലോട്ട്മെന്റ് ഡേറ്റ് വരുന്നത് December 16, ലിസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് എന്നാണ് December 17. ഫേസ് വാല്യൂ വരുന്നത് 1000 രൂപയാണ്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരുന്ന 5000 രൂപയാണ്. IPO സൈസ്, അതായത് കമ്പനി എത്ര രൂപയ്ക്കാണ് ബോൺസ് ഇഷ്യൂ ചെയ്യുന്നത്? 50,000 കോടിക്കാണ് കമ്പനി ബോൺസ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കമ്പനിയുടെ റേറ്റിംഗ്. ഇവിടെ വരുന്നത് BBB റേറ്റിംഗ് ആണ്. നമുക്കൊരു മോഡറേറ്റ്ലി ഒരു മീഡിയം റിസ്ക് നമുക്ക് ഈ ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വരുന്നുണ്ട്. ഇപ്പം നമ്മളൊരു മിനിമം 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് എൻഡ് ഓഫ് ദി നമുക്ക് 10,000 രൂപ കിട്ടും. ഏതാണ് നമുക്ക് മന്ത്ലി ഒരു 63 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ കമ്പനിയുടെ 4 വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ 2022 ഇപ്പൊ എമൗണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ലക്ഷത്തിലാണ്. ഇപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത് കോടിയിലാണ്. 2022 കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 179 കോടിയാണ്. അത് 2023 ആയപ്പോഴത്തേനും 275 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2024 എത്രയാണ്? 305 കോടിയാണ്. 2025 ആയപ്പോഴത്തേനും അത് 332 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. ഇയർ ടു ഇയർ കമ്പനിയുടെ റവന്യൂ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുവാണെങ്കിലോ 2022 11 കോടിയായിരുന്നു. അത് 2023 ആയപ്പോഴത്തേനും 18 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2024 എത്രയാണ്? 23 കോടിയാണ്. 2025 20 കോടിയാണ്. ആദ്യത്തെ 3 വർഷം, അതായത് 2022, 2023, 2024 പ്രോഫിറ്റ് കൂടുന്നുണ്ടായിരുന്നു. പക്ഷെ 2025 ആയപ്പോഴത്തേനും പ്രോഫിറ്റ് കുറയുകയാണ് ചെയ്തത്. അതുപോലെ കമ്പനിയുടെ EPS ഏർണിംഗ് പെർ ഷെയർ നോക്കുവാണെങ്കിൽ 2022 2.16 പൈസയായിരുന്നു. 2023 ആയപ്പോൾ 1.33 പൈസയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 2024 1.14 പൈസയായിട്ട് കുറഞ്ഞു. പിന്നെ 2025 ആയപ്പോഴത്തേക്കും 0.85 പൈസയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. EPS നോക്കുവാണെങ്കിൽ ഇയർ ടു ഇയർ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 2022 നെഗറ്റീവ് ആയിരുന്നു, 2023 നെഗറ്റീവ് ആയിരുന്നു. 2024 നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നെഗറ്റീവ് ആണ്. പക്ഷെ 2025 നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പോസിറ്റീവ് ആയിട്ടുണ്ട്. നമ്മൾ കമ്പനിയെ കുറിച്ച് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് 4 വർഷത്തെ നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ 2022, 2023, 2025 റവന്യൂ നല്ല രീതിയിൽ നമുക്ക് ഗ്രോത്ത് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട് കമ്പനിക്ക്. ഗോൾഡ് ലോണിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഗോൾഡ് ലോണിലും അതുപോലെ MSME മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. പേഴ്സണൽ ലോൺ, അതുപോലെ സ്ത്രീകൾക്കായിട്ട് 2 വീലർ ലോൺ, മൈക്രോ ഫിനാൻസ് ലോൺസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ 4 വർഷത്തെ ഡേറ്റ വെച്ച് നോക്കുവാണെങ്കിൽ EPS 4 വർഷം നോക്കുമ്പോൾ നമുക്ക് കുറഞ്ഞാണ് EPS വരുന്നത്, ഏർണിംഗ് പെർ ഷെയർ വരുന്നത്. ഒരു പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ ആദ്യത്തെ 3 വർഷം 2022, 2023, 2024 ചെറിയ രീതി ഗ്രോത്ത് വരുന്നുണ്ടെങ്കിലും പ്രോഫിറ്റിന്, പക്ഷെ 2025 പ്രോഫിറ്റ് കുറവാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ 2022, 2023, 2024 കമ്പനിക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവ് ആണ്. പക്ഷെ 2025 അത് പോസിറ്റീവ് ആണ്. അതുപോലെ നമുക്ക് കമ്പനിയുടെ കടം, കമ്പനിക്ക് ഒരു 1595 കോടി കമ്പനിക്ക് കടമായിട്ടുണ്ട്.
അത് നമ്മൾ ഇപ്പം നമ്മൾ ഈ ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കമ്പനിയുടെ റേറ്റിംഗ് ഇവിടെ BBB ആണ് വരുന്നത്. നമുക്കൊരു മോഡറേറ്റ്ലി റിസ്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ്.